അധികാരത്തിൽ കേറിയോനെ ഉമ്മൻചാണ്ടി തലവട്ടെ സമരമുഖങ്ങൾ മാറി വരും ജയ് ജയ് കാതോലിക്കോസ് ജയ് ജയ് കാതോലിക്കോസ് ജയ് ജയ് കാതോലിക്കോസ് ജയ് ജയ് കാതോലിക്കോസ് ഞങ്ങളെയെല്ലാം വോട്ടും വാങ്ങി അധികാരത്തിൽ കേറിയോനെ വിടില്ല സാറോടി ഒളിച്ചോ കണ്ടോളൂ തിരിച്ചടിക്കും കട്ടായം ജയ് ജയ് കാതോലിക്കോസ് ജയ് ജയ് കാതോലിക്കോസ്. മുഴുവൻ പേരെയും കണ്ടു കഴിഞ്ഞാൽ എനിക്ക് സംസാരിക്കാനൊക്കെ ഞാൻ എല്ലാം കഴിഞ്ഞ് എല്ലാരെയും കണ്ടിട്ട് ഞാനത് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി വരുമ്പോ ഞാൻ പറയാം അതൊക്കെ ജനാധിപത്യത്തിൽ സാധാരണമാണ്. ഞാൻ അതിനെ ഒരു വിധത്തിലും തടയുന്ന ആളല്ല. പോലീസിനോട് ഞാൻ പറഞ്ഞു ഒരു കാരണവശാലും വഴിയിലൊന്നും തടയരുത്. അവര് തീരുമാനിച്ചതാ പഠിക്കൽ. അതല്ലെങ്കിൽ അവർക്ക് സ്വാതന്ത്ര്യമുണ്ട് അകത്തോട്ട് കയറാൻ. പക്ഷെ അവർ സ്വയം തീരുമാനിച്ചിട്ട് പഠിക്കലിരുന്നു. അതല്ലെങ്കിൽ അവർക്കകത്തോട്ട് കയറിയാലും ഒരു തടസ്സവും ഉണ്ടാകത്തില്ലാഞ്ഞു. ഞാൻ അവരെ വിളിച്ചു. അവരുടെ പ്രതിനിധികൾക്ക് ആർക്കെങ്കിലും കാണണമെങ്കിൽ ഞാൻ കാണാനും തയ്യാറാണ് എന്ന് പറഞ്ഞു. എവിടെ പോയി വീണ്ടും അലങ്കര സഭയിലെ വിവാദങ്ങൾ അവസാനം ഭരണം നടത്തേണ്ടത് എന്ന് പ്രഖ്യാപിച്ചു. അതിനെതിരായിട്ട് ഈ അടുത്ത കാലത്തെ ഓർത്തഡോക്സ് ചർച്ച അതിനെതിരായിട്ട് ഇന്ന് വിഭജിത വിഭാഗം ഈ രാജ്യത്തെ അക്രമപ്രതിവിധി നടപ്പിലാക്കണമെന്ന്. പക്ഷേ പ്രിയപ്പെട്ടവരെ, ഞങ്ങളുടെ ഓമന നേതാവായിരിക്കുന്ന ബഹുമാന മുഖ്യമന്ത്രി പരസ്യമായി ഇവിടെ വായിക്കുകയാണ്. ദയവായി നിശബ്ദരായി നിവേദനം. നൂറ്റാണ്ടുകളായി അനുഭവിച്ചു വരുന്ന ഭരണഘടനയ്ക്ക് വിധേയമായി ഭരിക്കപ്പെടുന്ന മലങ്കര സഭയിലെ പള്ളികളുടെയും അനുബന്ധ സ്ഥാപനങ്ങളുടെയും പരിപൂർണമായ അവകാശം മറ്റൊന്ന് കാണിക്കുകയും ചെയ്യുന്ന നയപരമായ സമീപനത്തെ ജീവൻ ബലി കൊടുത്തുകൊണ്ട്
അതിനനുകൂലമായിട്ട് അല്ലെങ്കിൽ നിയമം നടപ്പിലാക്കുവാനായിട്ട് ശ്രീമാൻ ഉമ്മൻചാണ്ടി പ്രവർത്തിക്കുന്നില്ല എങ്കിൽ അദ്ദേഹത്തിന്റെ ജീവിതത്തിലും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിലും വളരെ വിലകൾ കൊടുക്കേണ്ടി വരും. കുഞ്ഞാലിക്കുട്ടിയും VS-ഉം തമ്മിലുള്ള ബന്ധമാണ് കുഞ്ഞുഞ്ഞും പട്ടക്കാരും തമ്മിലുള്ളതെങ്കിൽ വധഭീഷണിക്ക് കേസെടുക്കാൻ ഇത് ധാരാളം മതി. പക്ഷേ ഉമ്മൻചാണ്ടിയാണ്. ജനാധിപത്യം കണ്ടുപിടിച്ചത് അദ്ദേഹമാണ്.